നമ്മളിന്ന് എത്തിയിരിക്കുന്നത് പറശ്ശിനിക്കടവ് സ്നേക്ക് പാർക്കിലാണ്. നമ്മുടെ എം പി രാഘവൻ സ്ഥാപിച്ച പറശ്ശിനിക്കടവ് പാമ്പ് വളർത്തൽ കേന്ദ്രത്തിൽ. അപ്പോൾ ഇവിടെ നമുക്ക് ഇന്ന് കുറച്ച് അതിഥികളെ പരിചയപ്പെടാം. പാമ്പ് വളർത്തൽ കേന്ദ്രത്തിന്റെ പ്രധാന ഐറ്റമായ പാമ്പുകൾ തന്നെയാണ്. ഇവിടെ നിരവധി പക്ഷികളും മൃഗങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും പ്രധാനമായും ഇതിന്റെ പേര് തന്നെ സൂചിപ്പിക്കുന്ന പാമ്പ് വളർത്തൽ കേന്ദ്രം. അപ്പൊ അവിടേക്ക് നമ്മൾ പോവാണ്. അതിന്റെ ആ ഗോപുരത്തിലേക്ക് കടക്കുകയാണ്. ഒരു ഗുഹയുടെ രൂപത്തിൽ തന്നെ ഭീതി ഉണ്ടാവുന്ന രീതിയിൽ തന്നെ നമ്മൾ കാണുമ്പോൾ തന്നെ പാമ്പ് വളർത്തൽ കേന്ദ്രത്തിലേക്ക് കയറുന്ന ആ ഒരു പ്രതീതി ഉണ്ടാവുന്ന തരത്തിൽ തന്നെയാണ് ഇതിന്റെ കവാടം നിർമ്മിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഓരോ അതിഥികളെ, നമ്മുടെ ബാബാ സുരേഷ് പറഞ്ഞ പോലെ അതിഥികൾ എന്ന് പറഞ്ഞ പോലെ ഇവിടുത്തെ അന്തേവാസികളായിട്ടുള്ള ഓരോ ആളുകളെ പരിചയപ്പെടുത്താം. വരൂ. ഭയങ്കര സാധനമാണ് കേട്ടോ. ഇതാ നോക്കി, നമ്മുടെ ക്യാമറയ്ക്ക് പോസ് ചെയ്ത് തരുന്നുണ്ട് ആള്. അടിപൊളി. വരൂ വരൂ വരൂ. ഇങ്ങോട്ട് പോരെ. അതാണ്ട് പത്തി വിടർത്തി. ആഹാ, കണ്ടോ, പത്തി വിടർത്തിയിരിക്കുന്നുണ്ടോ? കണ്ടോ, നമ്മൾ മുമ്പേ പറഞ്ഞ ആ പുറ്റ് പണിഞ്ഞു വെച്ചേക്കുക. ആ പുറ്റിലിരിക്കുന്നുണ്ടോ? തണുപ്പ് പറ്റി അവർക്ക് തണുപ്പത്ത്. ഇതാണ് മൺപുറ്റുകളാണ്. വെള്ളത്തിൽ തണുപ്പ് തേടിപ്പോയതാ. വെള്ളത്തിൽ കിടക്കുന്നു കുറെ കൂട്ടം കൂടി കിടക്കുക. ഇവര് പമ്മി ഇരുന്നാ അറിയത്തില്ല. കണ്ടോ, അങ്ങ് ദൂരെ ഒരു ചെറിയ ആള് കിടപ്പുണ്ട്. അപ്പൊ അതിലേക്കാ ഞാൻ കൂടുതൽ ശ്രദ്ധിച്ചു. ഇവിടെ ഏതാണ്ട് അടുത്ത് നിൽക്കുന്നു. ഇതൊക്കെ നമ്മുടെ ചെടിയുടെ ഇടയിലൊന്നും ഇരുന്നാ അറിയത്തില്ലല്ലേ. നോക്കി, ഇങ്ങനെ ഇരുന്നാ അറിയൂ. ഇല്ലല്ലോ എന്ന് പറഞ്ഞ് നോക്കുമായിരുന്നു. അന്നേരം ഇവിടെ ഇരിക്കുന്നത്. അതാണ്ട് എടുക്കാൻ ഏറ്റവും വലിയ ഒരെണ്ണല്ലേ അവിടെ കിടപ്പുണ്ടല്ലോ. മൂർഖനാണ്. ഗംഭീര ഐറ്റമാ. നോക്കി, നമ്മുടെ പൊത്തിലൊക്കെ ഇരിക്കുന്ന പോലെ തന്നെ. ഇതാണ് മൂർഖൻ. ഇത് കാട്ടുപാമ്പ്. നീളം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ നീളം 80 സെന്റിമീറ്റർ മുതൽ 110 സെന്റിമീറ്റർ വരെ ഇതിന് നീളമുണ്ട്. ഇതിന് വിഷമില്ല. ഇത് കടിച്ചാൽ കുഴപ്പമൊന്നുമില്ലെന്ന്. സാധാരണ കാട്ടുപാമ്പിന്റെ ജാതിയാണ്. അപ്പൊ ഇത് വലിയ അപകടകാരിയൊന്നുമല്ല. കാട്ടുപാമ്പ് നമ്മളധികം കണ്ടിട്ടുള്ളതല്ല. ഇത് നമ്മുടെ നാട്ടിലൊക്കെ മനുഷ്യരെ കുറിച്ചൊക്കെ പറയുന്ന പോലെ ഓന്തിന്റെ നിറം മാറും എന്ന് പറഞ്ഞ പോലെ. അപ്പൊ ഓന്തല്ല, ഓന്തിന്റെ വകഭേദത്തിലുള്ള ഏതോ ഐറ്റം. ഏതാ ഇത്? ഇഗ്വാന അല്ലേ? ഇഗ്വാന. ഇതാണ് കോബ്ര. വെള്ളത്തിൽ കിടക്കുന്നത്
അതാണ്ട് ഇത് കണ്ടു. ഇതാണ് പച്ചിലപ്പാമ്പ്. അടിപൊളി കണ്ടോ. പച്ചിലയിൽ ഇരുന്നാൽ അറിയത്തില്ല, നമ്മുടെ ഇലയുടെ കൂട്ടൊക്കെ തന്നെ ഇരിക്കും. കണ്ടോ, തല നീട്ടിയിരിക്കുന്നുണ്ട്. ഇത് വളരെ രസകരമാണ്. ഇതിന്റെ പേര് മൂക്കൻ കുഴിമണ്ഡലി. എന്തിയാള് ആണ്ട ആ ചട്ടിയുടെ, അത് കാണാൻ പാടാ. അപ്പം മൂക്കൻ കുഴിമണ്ഡലി എന്നാ ഇതിന്റെ പേര്. നമ്മള് കേട്ടിട്ടില്ലാത്ത പേരാ. ഇത് നമ്മുടെ നാട്ടിലൊക്കെ പറയുന്ന അത്താഴം മുടക്കിയാണ് ആള്. നീർക്കോലി കടിച്ചാലും അത്താഴം മുടക്കുമെന്ന് പറയുന്ന സാധനമാണ് നീർക്കോലി. അവന് തണുപ്പ് എപ്പോഴും ആവശ്യമാണ്. അതുകൊണ്ട് മണ്ണും ചെടിയും നനഞ്ഞ മണ്ണും ഒക്കെ കൊടുത്തേക്കുവാണ്. ആള് കിടക്കുന്ന ഈ വെള്ളത്തിൽ ആ പാറയുടെ ഇടയിലുണ്ട്. ഇത് അടുത്ത അതിഥി മണ്ണൂലി. മണ്ണിനടിയിൽ, മണലിന്റെ ഒക്കെ അടിയിൽ കിടക്കുന്ന സാധനം. നമ്മൾ ഇതിനെ അറിയത്തില്ല. മണ്ണിനടിയിൽ കിടന്നു കഴിഞ്ഞാൽ അറിയത്തില്ല. കണ്ടില്ലേ, മണലിനടിയിൽ ആണ് ഈ സാധനം കിടക്കുന്നത്. അതുകൊണ്ടായിരിക്കാം അതിന് മണ്ണൂലി എന്ന് പേര് വന്നത്. അതാ അങ്ങ് അറ്റത്ത് ഓടിന്റെ വിടവിലും ഇരിപ്പുണ്ട്. ഇവിടെ കണ്ടില്ലേ, മണ്ണിനടിയിൽ. ഇതൊരു അടാർ ഐറ്റമാണ് കേട്ടോ. ശരിക്കും പേടിച്ചു പോകും. നോക്കിയേ, ഈ മണ്ണൂലിയുടെ മറ്റൊരു ഐറ്റമാണ് വിറ്റാക്കർ മണ്ണൂലി എന്നാണ് അതിന്റെ പേര്. വിറ്റാക്കർ മണ്ണൂലി. അതും ഇതുപോലെ മണ്ണിന് അടിയിൽ പൊതഞ്ഞു കിടക്കുന്ന ഐറ്റം. പക്ഷെ അതിനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചില ഭീകരത തോന്നുന്ന ഒരു സാധനമാണ് കേട്ടോ. ഇതെന്തോ സാധനം? താണ്ട് ഈ സാധനം എന്തോ ഉടുമ്പാന്നോ? ഉടുമ്പാണ്. അയാള് നമ്മളെ കാണിക്കാൻ വേണ്ടി ഓരോ അഭ്യാസങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുക. സർക്കസുകാരനാണെന്ന് തോന്നുന്നു കേട്ടോ. ഉടുമ്പാണ്. ഇവിടെ എന്തുവാ? ഇതൊരു ചെറിയ കുളം. അയ്യോടാ, എന്തുവാ ഇത്? മുതല. അയ്യോ, ഗംഭീര സാധനമാണല്ലോ. കരയ്ക്ക് കയറി കിടക്കുക. 5-6 ഉണ്ട്. വെള്ളത്തിൽ തന്നെ 5-6 കിടപ്പുണ്ട്. അതുകൊണ്ട് കരയിൽ ഇവിടെ ഒരെണ്ണം കിടപ്പുണ്ട്. അടിപൊളി. ഇവിടോട്ട് നോക്കിയേ, ഇവിടെ ദാണ്ട് മുതലയൊക്കെ എടുത്തോണ്ടൊരു കൊച്ചാട്ടം നിൽപ്പുണ്ട്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് പരമാവധി ചെറിയ വീഡിയോ ആയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഇതിലെ എല്ലാ ഐറ്റങ്ങളെയും ഉൾപ്പെടുത്തുവാൻ സാധിച്ചിട്ടില്ല. നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും SP ചലഞ്ചസ് എന്ന ഈ യൂട്യൂബ്